നിങ്ങൾ കണ്ണൂര് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ചെന്ന ദിവസം പയ്യാമ്പലം ബീച്ചും ടൗണും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ഫുൾ ഡേ ഒരു ക്യാബ് എടുത്തിട്ട് മുഴപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം ബീച്ച്, തോട്ടടം ബീച്ച്, അതുപോലെ ഐക്കര ഹാർബർ, ആദികടലായി ബീച്ചൊക്കെ കണ്ടതിന് ശേഷം രാത്രി പയ്യാമ്പലം ബീച്ചിൽ ചിലവഴിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ബേബി ബീച്ച് കാണാം. അതുപോലെ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ലൈറ്റ് ഹൗസും അതിനോട് ചേർന്നുള്ള വ്യൂ പോയിന്റ്സ്, അതുപോലെ സെൻറ് ആഞ്ചലോ ഫോർട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട് സാധിച്ചിരുന്നില്ല. അവിടെ ചില റിപ്പയറിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പ്രവർത്തനം തൽക്കാലത്തേക്ക് പ്രവേശനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു സമയത്തിന് ശേഷം വീണ്ടും ആരംഭിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള വ്യൂ പോയിന്റ് എന്നുള്ള ചില ദൃശ്യങ്ങളാണ് ഈ ചിത്രീകരിച്ചിട്ടുള്ളത്. വ്യൂ പോയിന്റിനോട് ചേർന്ന് ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും കൂടെയുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെ. നിങ്ങൾക്ക് അവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ റൂം എടുക്കാമെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും. ഈ വ്യൂ പോയിന്റ് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. വളരെ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ്. രാവിലെ നമ്മളൊരു ഏകദേശം ഒരു 8-8:30 മണി സമയത്താണ് ഇവിടെ സന്ദർശിച്ചത്. ആ സമയത്ത് അവിടെ കുറച്ച് ക്ലീനിങ്ങിനുള്ള സ്റ്റാഫിനെ അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് വളരെ പ്രശാന്ത സുന്ദരമായ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ അല്പസമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ ആ ടെൻഷനൊക്കെ പാറി പറന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതാ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ്. ആ കടൽ തിരമാലകളുടെ ശബ്ദങ്ങൾ, ആ കടലിരുമ്പുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ആ കടൽക്കാറ്റും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്ര സ്ട്രെസ്സോ ടെൻഷനോ അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള ഈ വാക്ക് വേ കൂടെ അങ്ങനെ നടക്കുക, അവിടെയുള്ള ഇരിപ്പിടങ്ങളിലൊക്കെ അല്പസമയം വിശ്രമിക്കുക. രാവിലെ സമയങ്ങളിൽ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈകിട്ട് വെയിൽ അറിയതിന് ശേഷം ഈ സമയത്ത് ഇവിടെ ചെലവഴിക്കാം. അടുത്തതായിട്ട് നമ്മൾ സെൻറ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ് പോയത്. സെൻറ് ആഞ്ചലോ ഫോർട്ടാണ് ഈ കാണുന്നത്. ഏകദേശം 1600-നും 1800-നും ഇടയ്ക്കാണ് ഇതൊക്കെ സ്ഥാപിതമായിട്ടുള്ളത്. പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിട്ടുള്ളതാണ് സെൻറ് ആഞ്ചലോ ഫോർട്ട്. അതിനകത്തു കൂടെയുള്ള ചില ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ മൺഡേ ഹോളിഡേ ആണെന്ന് തോന്നുന്നു. മറ്റു ദിവസങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രവർത്തനമാണ്. ചെറിയൊരു എൻട്രി ഫീ എടുക്കേണ്ടതായിട്ട് വരും. 25 രൂപയോളമാണ് ഏകദേശം ടിക്കറ്റ് എന്ന് തോന്നുന്നു. അതുപോലെ പണ്ട് കാലങ്ങളിൽ പാലക്കാടും ഗോവയിലും ഒക്കെയുള്ള കോട്ടകളോട് സാദൃശ്യമുള്ള തരം കോട്ടകൾ തന്നെ. പക്ഷേ എന്നിരുന്നാലും അത് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐക്കര ഹാർബർ വ്യൂ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കടലിനോട് ചേർന്ന് ഡ്രഡ്ജിങ് അതായത് മറ്റേ ചെളി കോരിയെടുക്കുന്ന ഭാഗം. നമുക്ക് ചെളി വന്ന് അടഞ്ഞിട്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് യാത്ര ദുസ്സഹമാകുമ്പോൾ അവിടുന്ന് ചെളിയൊക്കെ വാരി മാറ്റുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഫോർട്ടിന് മുകളിലൂടെ നടക്കാനായിട്ടുള്ള വാക്ക്വേയാണ്. അതിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഈ ഐക്കര ഹാർബർ, മാപ്പിള ബേ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ അല്പസമയം ചെലവഴിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിൽ കൂടുന്നതിന് മുമ്പ് ചെല്ലുന്നത് നന്നായിരിക്കും. ഹാർബർ വ്യൂ കാണാം, നല്ല ക്ലീൻ ആയിട്ട് കാണാം. ഇവിടെ വരുമ്പോൾ ഹാർബറും കാണാം, ഫോർട്ടും കാണാം. ഫോർട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് നിങ്ങൾ കയറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിൽ ഇല്ലാത്ത സമയത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. കാരണം ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിൽ ചൂടായിരിക്കും. രാവിലെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു സമയം 10-10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും വെയിലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. കാറ്റ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. വെയിലുണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാപ്പൊക്കെ കരുതുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇവിടെ സമയം പോകുന്ന അറിയുന്നില്ല. ഇത്തിരി ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ നിന്നുള്ള ബീച്ചിൻ്റെയും കടലിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ പഴയ യുദ്ധസന്നാഹങ്ങൾ, യുദ്ധക്കോപ്പുകൾ, പീരങ്കികൾ ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ജയിലറകൾ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ബീച്ചിനോടുള്ള ഭാഗം കല്ലിട്ട് നികത്തിയിരിക്കുകയാണ്. ഇതാണ് പീരങ്കി. യുദ്ധക്കോപ്പുകളൊക്കെ ഇവിടെയായിരിക്കും അടുക്കി വെച്ച് ഉണ്ടാവുക. അന്ന് കാലത്ത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സംഗതികളാണ്. ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. ജയിലറകളും യുദ്ധസന്നാഹങ്ങളും ഊട്ടുപുരയും ഒക്കെയാണ് ഈ കാണുന്നത്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് നല്ല കൂളിംഗ് ആണ്, നല്ല തണുപ്പാണ്. AC-യും ഫാനും ഒന്നും ഇല്ലാതെ തന്നെ വളരെയധികം തണുപ്പ് അനുഭവപ്പെട്ടു. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല സ്ഥലമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും ഒരുപാട് പേര് ആസ്വദിക്കുന്ന കണ്ടു. കണ്ണൂർ ട്രിപ്പിനെ പറ്റി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കൊക്കെ ഇവിടെ എൻ സ്ക്രീനിലും ലാസ്റ്റ് വീഡിയോ തീരുമ്പോഴും കാണിക്കാം.
വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ്